അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം നബിദിനത്തിൽ ഒരു പള്ളിക്കകത്തൊരു സംഭവമുണ്ടായി. കോഴിക്കോട് വടകരയിൽ മാടാക്കര പള്ളിയിൽ സംഘർഷം. പള്ളി കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് സംഘർഷം. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇടപെട്ട പരിഹാരം കണ്ടിരുന്നെങ്കിലും വീണ്ടും സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. പോലീസ് ഇരുവിഭാഗത്തെയും പിരിച്ചുവിട്ടു. നബിദിനത്തിന്റെ അന്ന് വടകര മാടാക്കര പള്ളിയിലുണ്ടായ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആളുകൾ പരസ്പരം ചേരിതിരിഞ്ഞുകൊണ്ട് പരസ്പരം ചീത്ത വിളിക്കുകയും പരസ്പരം തമ്മിലടിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. അള്ളാഹുവിൻ്റെ ഭവനമായ സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ പ്രതീകമായ ആ പള്ളിയുടെ അകത്തളത്തിൽ പരസ്പരം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പടച്ചുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന മുസല്ലകൾക്ക് മുകളിൽ നിന്ന് രണ്ടു കൂട്ടർ പരസ്പരം തെറി വിളിക്കുകയും കയ്യാങ്കളി നടത്തുകയും ചെയ്യുന്ന കാഴ്ച. അവിടെയും തീർന്നില്ല. ഒടുവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായപ്പോൾ ലാത്തിയും ഹെൽമറ്റും ഷീൽഡുമായി പോലീസുകാർ പള്ളിയുടെ അകത്തേക്ക് ബൂട്ടോടെ ഓടിക്കയറി ലാത്തി വീശേണ്ടി വന്നു. എന്തു സന്ദേശമാണ് ഇത്തരം ആളുകൾ പൊതുസമൂഹത്തിന് നൽകുന്നത്? നമുക്ക് ഈ സംഭവം എന്താണെന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. 2 വർഷത്തോളമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. 2 വർഷത്തോളമായി മാടാക്കര പള്ളിയിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാടാക്കര പള്ളിയിലെ കമ്മിറ്റിയും അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് ഈ പ്രശ്നം. അവിടുത്തെ ഖതീബിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെയുള്ളത് അബ്ദുറഹ്മാൻ ഫൈസി പൊന്മള എന്ന വ്യക്തിയാണ് അവിടുത്തെ ഖതീബായി തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇടപെട്ടുകൊണ്ട് പരിഹാരം കണ്ടിരുന്നു. അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. എന്നാൽ അദ്ദേഹത്തെ റമദാനിലെ ജുമായ്ക്ക് അനുവദിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു തീരുമാനം കൽപ്പിച്ചു. അതിനുശേഷവും അദ്ദേഹം അവിടെ തുടരുന്നൊരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നബിദിനമായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അവിടെ മൗലിദ് പാരായണമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഈ ഉസ്താദായിരുന്നു നേതൃത്വം നൽകിയത്. ഈ ഒരു പ്രശ്നമാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. അദ്ദേഹത്തിന് അതിന് അനുമതിയില്ല എന്നും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമെന്നുള്ള ഒരു ആവശ്യവുമായി ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നു. എന്നാൽ അതേസമയം അതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹം തന്നെ അതിന് നേതൃത്വം നൽകണമെന്ന് പള്ളി കമ്മിറ്റിയും ആ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് പിന്നീട് സംഘർഷത്തിലേക്കൊക്കെ എത്തിയത്. വിനിഷ, 2 വർഷത്തോളമായി പാടാക്കര പള്ളിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാടാക്കര പള്ളിയിലെ കമ്മിറ്റിയും അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. ഈ വിഷയത്തിന്റെ ഇതിന്റെ അവിടുത്തെ ഖതീബിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉള്ളത് അബ്ദുറഹ്മാൻ ഫൈസി പൊന്മള എന്ന വ്യക്തിയാണ് അവിടുത്തെ ഖതീബായി തുടരുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് പാണക്കാട് കുടുംബം ഇടപെട്ടുകൊണ്ട് പരിഹാരം കണ്ടിരുന്നത്. അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ അദ്ദേഹത്തെ റമദാനിലെ ജുമുഅക്ക് അനുവദിച്ചുകൊണ്ട് പാണക്കാട് കുടുംബം അതുമായി ബന്ധപ്പെട്ട തീരുമാനം കൽപ്പിച്ചു. അതിനുശേഷവും പക്ഷേ അദ്ദേഹം തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന് നബിദിനമാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ രാത്രി 8 മണിയോടുകൂടെ അവിടെ മൗലിദ് പാരായണം ഉണ്ടായിരുന്നു. അതിന് ഈ ഉസ്താദ് നേതൃത്വം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിന് അനുമതിയില്ല എന്നും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം മുന്നോട്ട് വെച്ചു. അതേസമയം അതിന്റെ ആവശ്യമില്ല, അദ്ദേഹം തന്നെ അതിന് നേതൃത്വം നൽകണം എന്ന് പള്ളി കമ്മിറ്റിയും ആ കമ്മിറ്റിയെ അനുകൂലിക്കുന്നവരും ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം സങ്കീർണമായി തന്നെ തുടരുകയാണ്. പിന്നീട് പോലീസ് എത്തിക്കൊണ്ട് ഇരുവിഭാഗത്തെയും ലാത്തി വീശി അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷമാണ് ആ രംഗം ശാന്തമായത്. നിലവിൽ ചോമ്പാല പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിനീഷ്, നോക്കൂ, പള്ളിയിലെ ഒരു ഖതീബുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് ആളുകൾ ഇത്തരത്തിൽ പരസ്പരം തമ്മിലടിച്ചത്. ഇസ്ലാമിനെതിരെ സംസാരിക്കാനും വിമർശിക്കാനും പുറത്തുനിന്ന് ആരും വരേണ്ടതില്ല. അതിനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ഇത്തരം ആളുകൾ തന്നെയാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ഇടമാണ് മസ്ജിദുകൾ, അതായത് പള്ളികൾ. അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവുമില്ല. അധികാരമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസവുമില്ല. അവരെല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് ഒരേ വരിയിൽ തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് നിൽക്കുന്നത്. വെളുത്തവനും കറുത്തവനും ഒരു വ്യത്യാസവുമില്ലാതെ പടച്ചവന് മുന്നിൽ സുജൂദ് ചെയ്യുന്ന സമത്വത്തിൻ്റെ കേന്ദ്രമാണ് പള്ളികൾ. അവിടെ ഉറക്കെ ശബ്ദമുയർത്തുന്നത് പോലും അച്ചടക്കമില്ലായ്മയായിട്ടാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പുണ്യസ്ഥലത്താണ് ആളുകൾ ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുന്നത്. 2 വ്യക്തികൾക്കോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കോ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ആർക്കാണ് തർക്കമില്ലാത്തത്? പക്ഷേ തർക്കങ്ങൾ പരിഹരിക്കാനും വാദപ്രതിവാദങ്ങൾ നടത്താനും എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും സ്ഥലമില്ലാതെ ഇവർക്ക് പരസ്പരം തമ്മിലടിക്കാനും ചീത്ത വിളിക്കാനും പള്ളി മാത്രമേ കിട്ടിയുള്ളൂ. അതും ഈ സംഭവം നടക്കുന്നത് ഏത് ദിവസമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ ദൂതനായ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമായ നബിദിനത്തിൻ്റെ അന്നാണ് ഈ കൂട്ടർ പരസ്പരം തമ്മിലടിക്കുന്നത്. ആരുടെ പേരിലാണോ നമ്മൾ സ്നേഹവും ഐക്യവും ഉദ്ഘോഷിക്കേണ്ടത്, അതേ ദിവസമാണ് പള്ളിക്കകത്ത് ഈ നാണം കെട്ട തല്ല് അരങ്ങേറിയത്. ഇതിലും വലിയൊരു വിരോധാഭാസം വേറെന്തുണ്ട്?
ഈ സംഭവത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാർ പള്ളിക്കകത്ത് കയറി, പോലീസുകാർ ബൂട്ടിട്ട് മുസലകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ലാത്തിവീശി എന്നൊക്കെയുള്ള പരാതികളൊക്കെ ചില ആളുകൾ പറഞ്ഞു വെക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൻ്റെ രാഷ്ട്രീയപരമായ രീതിയിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. നോക്കിയതിൽ ഈ പോലീസുകാരെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഒരു പ്രദേശത്ത് രണ്ട് സംഘങ്ങൾ ക്രമസമാധാനം തകർത്തുകൊണ്ട് പരസ്പരം അടിപിടി കൂടുമ്പോൾ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ അത് തടയുക എന്നത് പോലീസിൻ്റെ ഔദ്യോഗികമായ ചുമതലയാണ്. അല്ലാതെ ഇത് പള്ളിയല്ലേ, ഇവർ പരസ്പരം തല്ലിച്ചാകട്ടെ, ചോരയൊഴുക്കട്ടെ, ഞങ്ങൾ നോക്കി നിൽക്കാമെന്ന് പോലീസിന് തീരുമാനിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പോലീസുകാർ പള്ളിക്കകത്ത് കയറി ഇത്തരത്തിൽ ലാത്തി വീശാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത് ആരാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ പറഞ്ഞ കമ്മിറ്റിക്കാരും തല്ലുകൂടിയ ആൾക്കൂട്ടം തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ആ പള്ളിയിൽ നിന്നുകൊണ്ട് പരസ്പരം തമ്മിലടിച്ച ആളുകൾ തന്നെയാണ്. അതിൽ പോലീസിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾക്കറിയാം, ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഒരു പള്ളിക്കകത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നത്. 2-3 ചെറുപ്പക്കാർ ചേർന്ന് ഒരു പാവം പയ്യനെ മുഖത്തടിക്കുകയും അത് കണ്ട് ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ. തല്ലുകൊണ്ട് നിസ്സഹായാവസ്ഥയോടുകൂടി സങ്കടത്തോടുകൂടി പള്ളിക്കകത്തിരിക്കുന്ന പാവം പയ്യൻ്റെ കാഴ്ച വല്ലാതെ വേദനയുണ്ടാക്കിയൊരു കാഴ്ചയായിരുന്നു. നോക്കൂ, മുസ്ലിം സമൂഹത്തിനെതിരെ നിരന്തരമായി കൊണ്ട് വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അതിനുവേണ്ടി എന്തെങ്കിലും നിസ്സാരമായ ഒരു കാരണങ്ങൾ കിട്ടാൻ വേണ്ടി കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ചെറിയൊരു കാര്യമുണ്ടായാൽ പോലും അതിനെ ചർച്ച ചെയ്ത് അതിൽ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് അതിനെ വലുതാക്കി സോഷ്യൽ മീഡിയയിലൂടെ വർഗീയത പ്രചരിപ്പിച്ച് ഇസ്ലാമിനെ അക്രമികളുടെ മതമായി ചിത്രീകരിക്കാൻ കാത്തിരിക്കുന്ന വലിയൊരു സംഘം ഇവിടെയുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരം ആളുകൾക്ക് ഇസ്ലാമിനെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടാനുള്ള സാഹചര്യം മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെ ഇട്ടെറിഞ്ഞു കൊടുക്കുന്നത്. നമ്മളെ തകർക്കാൻ ശത്രുക്കളൊന്നും ചെയ്യേണ്ടതില്ല, നമ്മൾ തന്നെ പരസ്പരം തല്ലിത്തീർത്തോളാം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നബിദിനത്തിൻ്റെ ഭാഗമായി നടന്ന 2-3 മനോഹരമായ ചില കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. എല്ലാ വർഷവും നബിദിനത്തിൻ്റെ അന്ന് മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമ്മളെല്ലാവരും കാണാറുണ്ട്. ആ പതിവ് ഇക്കൊല്ലവും നടന്നു. നബിദിനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മിഠായിയും അതോടൊപ്പം നോട്ടുമാലയും ഒക്കെ അണിയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ. അങ്ങനെ നോട്ടുമാലേന്റെ പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ ഈ വർഷത്തെ നമ്മളെ സന്തോഷം നിറഞ്ഞ നബിദിനം കൂടി വന്നെത്തിയില്ലേ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നബിദിന ആശംസകൾ. പിന്നെ അതാ നമ്മള് നോട്ടുമാലയൊക്കെ റെഡിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ മഹലിൽ നിന്ന് ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മളെ നബിദിന കുട്ടികളെ റാലി എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന് ഭയങ്കര ആകാംക്ഷയിലും സന്തോഷത്തിലും നിൽക്കുകയാണ്. ഇതാ ഇപ്രാവശ്യം നമ്മള് കുഞ്ഞു മധുരമൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മളെ അമ്മയ്ക്ക് ഇപ്പൊ അസുഖം ഇങ്ങനെ ആയ സ്ഥിതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. കണ്ടില്ലേ, എത്ര മനോഹരമായ കാഴ്ചയാണ്. ഈ സ്നേഹവും ഈ ഐക്യവും നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കേണ്ടതുണ്ട്. മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ തെല്ലിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾക്ക് ഇതിലും മനോഹരമായ മറുപടികൾ ഇനി കിട്ടാനില്ല.